Assalamualaikum friends. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു നാടൻ സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് പാക്കറ്റ് സാമ്പാർ പൊടി ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാമ്പാറിന് എപ്പോഴും തൂരപ്പരിപ്പ് തന്നെയാണ് നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു 2 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയുണ്ട്. ആ പുളി നമുക്കൊന്ന് ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്താൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പൾപ്പൊക്കെ നന്നായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിലുള്ള പരിപ്പ് വെന്തിട്ടുണ്ട്. ആ പരിപ്പ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് ബാക്കി നമുക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പരിപ്പ് 2 വിസിലടിച്ചൊന്ന് കുറച്ച് നല്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉടയുന്ന രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അധികം കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല. ചെറിയൊരു കഷ്ണം കയ്പക്കയുടെ ഒരു 1/4 ഭാഗം എടുത്താൽ മതി, അധികം വേണ്ട. അപ്പോൾ കയ്പ്പ് രസം വരും. പിന്നെ ഒരു പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകൊന്ന് പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടറ്റോ കുറച്ച് വലിയ പീസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് പുളി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളി പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കഷ്ണങ്ങളിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പും പുളിവെള്ളമാണ് ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 3/4 വേവാകുമ്പോൾ മുരിങ്ങക്കായ ആഡ് ചെയ്ത് കൊടുക്കണം. മുരിങ്ങക്കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളിത് 3/4 വേവാകുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മുരിങ്ങക്കായ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. മുരിങ്ങക്കായ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് മുരിങ്ങക്കായ വെന്ത് വന്നതിന് ശേഷം കണ്ടപ്പോൾ മുരിങ്ങക്കായ വെന്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറ്റൽമുളകൊക്കെ വറുത്തെടുക്കുന്നുണ്ട്, അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഈ മഞ്ഞളും മുളകൊക്കെ ഈ കഷ്ണങ്ങളിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെക്കാം കേട്ടോ. പിന്നെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിലൊന്ന് ഇട്ട് കഴിയുമ്പോൾ തന്നെ കായ നല്ല വീർത്ത് വരും, നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിലേക്ക് 1/4 ടീസ്പൂണേക്കാളും കുറവായിട്ട് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുക എണ്ണയിലിട്ടിട്ട്. കായം മൂത്ത് വന്നതിന് ശേഷമാണ് ഉലുവ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടുള്ള മല്ലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി വേറെ ചേർക്കുന്നില്ല, ഈ മല്ലിയാണ് ആഡ് ചെയ്യുന്നത്. അതിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് ഒരു 4 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ കടലപ്പരിപ്പ് നമുക്കിതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് 2 പിടി തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് ഇനി തേങ്ങ ഒന്ന് വറുത്തൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ.
നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു കളറും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കടുക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ അവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വറുത്തത് അരച്ചൊഴിക്കണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് സാമ്പാർ വേവിക്കാൻ വെച്ച കഷ്ണങ്ങളിലേക്ക് നമുക്ക് അരച്ചത് ചേർത്ത് കൊടുക്കണമല്ലോ. അപ്പം നമ്മുടെ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. കായവും മല്ലിയും ഉണക്കമുളകും എല്ലാം കൂടി കടലപ്പരിപ്പും കറിവേപ്പില എല്ലാം കൂടി അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് വെണ്ടയ്ക്കയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അവസാനം ചേർക്കാമെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ഒന്ന് ചൂട് തട്ടി വെന്ത് കിട്ടിയാൽ മതിയാവും. ഒന്നില്ലെങ്കിൽ നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ആവശ്യത്തിന് നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ചും കൂടി കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തു. ഇനി നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച്, വെണ്ടയ്ക്കൊന്ന് വേവാൻ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ വെണ്ടയ്ക്ക. അതുകൊണ്ട് തന്നെ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ടാവും. കുറച്ചും കൂടി വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് വന്നോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക അവസാനം ചേർത്ത് കൊടുത്താൽ മതിട്ട്, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് അവസാനം ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് വെണ്ടയ്ക്ക ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കടുക് വറുത്തില്ലേ, കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി സാമ്പാർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.